ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഇന്ദ്ര എന്ന തമിഴ് സിനിമയാണ് കാണാൻ പോകുന്നത്. ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ അപ്പാർട്ട്മെന്റിലെ ഒരു ഫ്ലാറ്റാണ് നമ്മളെ കാണിക്കുന്നത്. ഈ ഫ്ലാറ്റിൽ ഇന്ദ്ര, കയൽ എന്നീ രണ്ടു പേരാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇന്ദ്ര മാത്രം ഉറങ്ങിക്കിടക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ നായകന്റെ പേര് ഇന്ദ്ര എന്നായിരിക്കാം. അയാൾ പെട്ടെന്ന് ഞെട്ടിയുണരുന്നു. അരികിൽ നോക്കിയപ്പോൾ ഭാര്യയെ കാണാനില്ല. കയൽ, നീ എവിടെ പോയി എന്ന് ചോദിച്ച് അയാൾ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അന്വേഷിച്ചു വരുമ്പോൾ ഹാളിൽ ആരോ വീണ് കിടക്കുന്നത് അയാൾ കാണുന്നുണ്ട്. ഇതാരാണ് ഈ വീണ് കിടക്കുന്നത് എന്നോർത്ത് അയാൾ പരിഭ്രാന്തനാകുന്നു. അതാരാണെന്ന് നോക്കാനായി അയാൾ ആ ശരീരം തിരിക്കുന്നു. നോക്കുമ്പോൾ അവിടെ തന്നെയുള്ള ഒരാൾ മരിച്ചു കിടക്കുന്നു. എന്നെപ്പോലെ ഒരാൾ എങ്ങനെ മരിച്ചു കിടക്കുന്നു എന്ന് ഞെട്ടലോടെ അയാൾ നോക്കുന്നു. അപ്പോഴേക്കും പിന്നിൽ നിന്ന് ആരോ കത്തി കൊണ്ട് കുത്തുന്നു. രക്തമൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ഞെട്ടലോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്ന് നമ്മളെ കാണിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ അയാൾ ഉണരുന്നു. ഭാര്യയോട് സംസാരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൾ ശരിക്കും സംസാരിക്കുന്നില്ല. എല്ലാ ദിവസവും ഭാര്യയെ ജോലി സ്ഥലത്ത് കൊണ്ടുവിടാറുള്ളത് അയാളാണ്. പോകുന്ന വഴിയിലും ഭാര്യയൊന്നും മിണ്ടുന്നില്ല. എന്താണ് പ്രശ്നമെന്ന് വ്യക്തമല്ല. അയാൾ കമ്മീഷണറെ കാണാനായി കാത്തിരിക്കുകയാണ്. എന്നാൽ കമ്മീഷണർക്ക് കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് കുറെ നേരം കാത്തിരുത്തിയ ശേഷം അയാളെ തിരിച്ചയക്കുന്നു. അപ്പോഴാണ് നായകന്റെ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നായകന് മദ്യപാന ശീലമുണ്ട്. അയാൾ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച് ഒരു വണ്ടിയിലിടിച്ചിരുന്നു. അതായത് പോലീസ് ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ അയാൾ നന്നായി മദ്യപിച്ചിരുന്നു. ലഹരിയിൽ വണ്ടി ഒരിടത്തിടിച്ചു. അതുകൊണ്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്തത്. പലരും ഇതിന്റെ വീഡിയോ എടുത്തത് കൊണ്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഷൻ റദ്ദാക്കാനാണ് അയാൾ ദിവസവും കമ്മീഷണറെ കാണാൻ വരുന്നത്. സുഹൃത്തിനോടും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. കമ്മീഷണർ ദേഷ്യത്തിലാണ്. തൽക്കാലം സസ്പെൻഷൻ പിൻവലിക്കില്ല, നീ പൊയ്ക്കോ എന്ന് സുഹൃത്ത് പറയുന്നു. എന്നിട്ടും നായകൻ എല്ലാ ദിവസവും സംസാരിച്ചു നോക്കാമെന്ന് കരുതി ശ്രമിക്കുന്നു. പക്ഷെ അകത്തേക്ക് വിടുന്നില്ല. ഇവിടെ നിന്ന് പോകൂ എന്ന് പറഞ്ഞ് ശകാരിച്ച് തിരിച്ചയക്കുന്നു. ഇതിൽ നിരാശനായ നായകൻ വീണ്ടും ഒരുപാട് മദ്യപിക്കുന്നു. മുൻപേ നന്നായി മദ്യപിക്കുന്നയാളാണ്. ഇപ്പോൾ ഈ പ്രശ്നം കാരണം വീണ്ടും കൂടി കൂടുന്നു. ഒരു ദിവസം രാവിലെ ഉണരുമ്പോൾ അയാൾക്ക് കാഴ്ചയില്ല. എന്താ കണ്ണ് കാണാത്തത് എന്നോർത്ത് അയാൾക്ക് പേടിയാകുന്നു. കയൽ, എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ അയാൾ പറയുന്നു. ഭാര്യയും എന്തു പറ്റിയെന്ന് നോക്കാനായി വരുന്നു. ഇവിടെയാണ് സിനിമയുടെ ടൈറ്റിൽ ഇന്ദ്ര എന്ന് കാണിക്കുന്നത്. അയാളെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ നൽകാൻ തുടങ്ങുന്നു. ഡോക്ടർ പരിശോധിക്കുന്നു. പരിശോധനയ്ക്ക് ശേഷമാണ് അയാളുടെ കണ്ണിൽ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാകുന്നത്. ഈ പ്രശ്നം വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ്. ഒരുപാട് മദ്യപിച്ചത് കാരണമാണ് ഈ അവസ്ഥയുണ്ടായതെന്ന് ഡോക്ടർ പറയുന്നു. ഇതിനെന്താണ് പരിഹാരമെന്ന് അവർ ചോദിക്കുന്നു. ഏതെങ്കിലും ഡോണറെ കിട്ടിയാൽ ഓപ്പറേഷൻ ചെയ്യണം, പക്ഷെ ഡോണറെ കിട്ടാൻ പ്രയാസമാണ്, നിങ്ങൾ കാത്തിരിക്കൂ എന്ന് ഡോക്ടർ പറയുന്നു. ഇതറിഞ്ഞ നായകൻ സങ്കടത്തോടെ വീട്ടിലേക്ക് വരുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. സീൻ കട്ട് ചെയ്താൽ ഒരു തിയേറ്ററാണ് കാണിക്കുന്നത്. അവിടെ ജാക്കി ചാന്റെ ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അഭിമന്യു എന്നൊരാൾ ഇത് സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നിലിരുന്ന് സംസാരിക്കുന്ന ശബ്ദം അയാൾക്ക് കേൾക്കുന്നു. ഒരാൾ ഒരു ലൈംഗിക തൊഴിലാളിയെ അവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെ വെച്ച് തന്നെ ബന്ധപ്പെടാൻ അയാൾ ശ്രമിക്കുന്നു. ഞാൻ ഇവിടെയൊന്നും വരില്ല, വേണമെങ്കിൽ റൂം ബുക്ക് ചെയ്യ് എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. എന്നിട്ടും അയാൾ നിർബന്ധിക്കുന്നു. അവർ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അഭിമന്യുവിനെ ദേഷ്യം പിടിപ്പിക്കുന്നു. അയാൾ കഷ്ടപ്പെട്ട് ദേഷ്യം നിയന്ത്രിക്കുന്നു. ഒരു ഘട്ടത്തിൽ ആ സ്ത്രീ എഴുന്നേറ്റ് പോകുന്നു. ഇപ്പോൾ ആ വ്യക്തിയും റെസ്റ്റ് റൂമിലേക്ക് പോകാനായി എഴുന്നേൽക്കുന്നു. സമാധാനമായി അവർ പോയല്ലോ എന്ന് കരുതി അയാൾ സന്തോഷത്തോടെ സിനിമ കാണുന്നു. അപ്പോൾ പോയ ആൾ ഫോൺ അവിടെ വെച്ച് മറന്നുപോയിരിക്കുന്നു. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം വീണ്ടും വീണ്ടും കേൾക്കുന്നു. ഇതോടെ അയാൾക്ക് വീണ്ടും ദേഷ്യം വരുന്നു. നേരെ റെസ്റ്റ് റൂമിൽ ചെന്ന് അയാളുടെ ഫോൺ ടോയ്ലറ്റിലിടുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് അയാൾ ദേഷ്യത്തോടെ ചോദിക്കുന്നു. ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് അഭിമന്യു അയാളെ ക്രൂരമായി മർദ്ദിക്കുന്നു. എന്നെ ബുദ്ധിമുട്ടിക്കുന്നോ എന്ന് ചോദിച്ച് അയാളെ കൊല്ലുന്നു. രാവിലെ ഒരു ഇൻസ്പെക്ടർ ഒരു സ്പോട്ടിലേക്ക് വരുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഒരു വണ്ടിക്കുള്ളിൽ ഒരു കൈ മാത്രം വെച്ചിരിക്കുന്നു. ഇത് കണ്ട് ഇൻസ്പെക്ടർ ഞെട്ടുന്നു. സർ, ബോഡി തിയേറ്ററിലുണ്ട്, കൈ മാത്രം ഇവിടെയുണ്ട് എന്ന് കൂടെയുള്ളവർ പറയുന്നു. നായകന്റെ സുഹൃത്തായ പോലീസുകാരൻ ഇദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആണെന്ന് തോന്നുന്നു. ഇൻസ്പെക്ടർ അകത്ത് കയറി നോക്കുമ്പോൾ തിയേറ്ററിൽ കൊല്ലപ്പെട്ട ആള് തൂങ്ങിക്കിടക്കുന്നത് കാണാം. അഭിമന്യു കൊന്നിട്ട് കെട്ടിത്തൂക്കിയിട്ട് പോയതാണെന്ന് മനസ്സിലാകുന്നു. ഈ ബോഡി 2 പയ്യന്മാർ കണ്ടിരുന്നു. ഇൻസ്പെക്ടർ അവരോട് ചോദിക്കുന്നു, സർ, ഞങ്ങൾ അകത്തേക്ക് വരുമ്പോൾ ഒരാൾ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. കുറച്ച് തടിയുള്ള കണ്ണട വെച്ച ഒരാളായിരുന്നു എന്ന് അവർ പറയുന്നു. അപ്പോൾ അവനായിരിക്കാം കൊല ചെയ്തതെന്ന് സംശയം തോന്നുന്നു. അവർ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് അതാരാണെന്ന് കണ്ടെത്താൻ ഇൻസ്പെക്ടർ തീരുമാനിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നായകൻ തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഓർത്തു നോക്കുന്നു. നന്നായി മദ്യപിച്ച് വണ്ടി ഓടിച്ച് മറ്റൊരു വണ്ടിയിൽ ഇടിക്കുന്നു. ഇടിച്ചത് പോലും അറിയാതെ ലഹരിയിലായിരുന്ന അയാളെ ചുറ്റുമുള്ള ആളുകൾ പോലീസുകാരൻ തന്നെ ഇങ്ങനെ ചെയ്യുന്നോ എന്ന് പറഞ്ഞ് വീഡിയോ എടുത്തിരുന്നു. അതുകൊണ്ടാണ് അയാൾക്ക് ജോലി പോയത്. അതൊക്കെ ഓർത്ത് അയാൾ വിഷമിച്ച് അലറാൻ തുടങ്ങുന്നു. ഭാര്യ അവിടേക്ക് വരുന്നുണ്ട്. വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു.
തെറ്റുപറ്റിപ്പോയി, വലിയ തെറ്റുപറ്റിപ്പോയി എന്ന് അയാൾ പറയുന്നുണ്ട്. സാരമില്ല എന്ന് പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കുന്നു. അടുത്ത കുറച്ച് മാസങ്ങൾ കൂടെ ഇരുന്ന് നോക്കാമെന്ന് അവൾ തീരുമാനിക്കുന്നു. അവൾ അയാളെ നന്നായി പരിചരിക്കുന്നു. ഇവിടെയാണ് അവരുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അവർ രണ്ടുപേരും സ്കൂൾ കാലത്ത് ഒരുമിച്ച് പഠിച്ചവരായിരുന്നു. 3 വർഷം മുൻപാണ് യാദൃശ്ചികമായി ഒരു ഹോട്ടലിൽ വെച്ച് അവർ വീണ്ടും കണ്ടുമുട്ടുന്നത്. നീ ആ കുട്ടിയല്ലേ കയൽ എന്ന് അയാൾ ചോദിക്കുന്നു. ഓഹോ, എന്നെ ഓർമ്മയുണ്ടോ? നീ ഇന്ദ്രയല്ലേ എന്ന് അവളും ചോദിക്കുന്നു. അങ്ങനെയാണ് അവർ സംസാരിച്ചു തുടങ്ങുന്നത്. കാലക്രമേണ അവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. ഇനി പ്രസന്റ് ആണ് കാണിക്കുന്നത്. അവർ ഡോക്ടറെ കാണാൻ വന്നിരിക്കുന്നു. ഇതുവരെ ഡോണറെ കിട്ടിയില്ല, കാത്തിരുന്നേ പറ്റൂ എന്ന് ഡോക്ടർ പറയുന്നു. എപ്പോഴാണ് ഡോണറെ കിട്ടുക എന്നോർത്ത് അവർ രണ്ടുപേരും വിഷമിക്കുന്നു. ഇതിനുശേഷം നായകന് പോലീസ് ജോലി ചെയ്യാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് സ്വയം വിരമിക്കാനുള്ള അപേക്ഷ നൽകണമെന്ന് പറഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു കത്ത് വരുന്നു. ഇത് കണ്ട് നായകന് വല്ലാത്ത ദേഷ്യം വരുന്നു. അയാൾക്ക് പോലീസ് ജോലി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഇനി അത് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നോർത്ത് അയാൾ വിഷമിക്കുന്നു. കയലാണ് അയാളെ ആശ്വസിപ്പിച്ച് ഉറക്കുന്നത്. സീൻ കട്ട് ചെയ്ത് വിദ്യ എന്നൊരു പെൺകുട്ടിയെ കാണിക്കുന്നു. അവൾ എപ്പോഴും ക്യാബിലാണ് വീട്ടിലേക്ക് പോകാറ്. ക്യാബിന് എന്തോ പ്രശ്നമുള്ളത് കൊണ്ട് അന്ന് ട്രെയിനിൽ പോകാമെന്ന് കരുതുന്നു. കൂട്ടുകാരിയോട് സംസാരിച്ചുകൊണ്ടാണ് അവൾ വരുന്നത്. ഒരു തുരങ്കത്തിലൂടെ വരുമ്പോൾ ആരോ പിന്തുടരുന്നതായി അവൾക്ക് തോന്നുന്നു. ആരാണെന്ന് നോക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആരോ അവളെ ആക്രമിച്ച് കൊല്ലുന്നു. അവളുടെ ബോഡി ഒരിടത്ത് കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. ഇൻസ്പെക്ടർ അന്വേഷണത്തിനായി വരുന്നുണ്ട്. അവളുടെ കൈയും വെട്ടിമാറ്റിയിരുന്നു. കൈ മറ്റൊരിടത്ത് ഉപേക്ഷിച്ചിരുന്നു. ആ കൊലപാതകവും ഈ കൊലപാതകവും ചെയ്തത് ഒരാളാണോ അതോ വ്യത്യസ്ത ആളുകളാണോ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. ഒരു സംശയവും വേണ്ട, ആ കൊലപാതകം എങ്ങനെയാണോ നടന്നത് അതുപോലെ തന്നെയാണ് ഇതും നടന്നിരിക്കുന്നത്. ഇതൊരു സീരിയൽ കില്ലിംഗ് ആകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വേഗത്തിൽ അവനെ കണ്ടെത്താൻ നോക്കൂ എന്ന് ഡോക്ടർ പറയുന്നു. ഇൻസ്പെക്ടറും സംഘവും അത് സമ്മതിക്കുന്നു. നമ്മുടെ നായകൻ എപ്പോഴും പുകവലിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ പുകവലിക്കണോ? ആദ്യം സിഗരറ്റ് താഴെയിട് എന്ന് പറഞ്ഞ് ഭാര്യ വരുന്നു. എനിക്കൊരു ആഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ എന്ന് അവൾ ചോദിക്കുന്നു. എന്താ ആഗ്രഹം എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. നമുക്കൊരു കുഞ്ഞിനെ വേണം എന്ന് അവൾ പറയുന്നു. ഇല്ല, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഈ സമയത്ത് കുഞ്ഞൊക്കെ ഉണ്ടാകുന്നത് ബുദ്ധിമുട്ടാണ്. നിനക്കും കഷ്ടപ്പാടാകും എന്ന് അയാൾ പറയുന്നു. ആ കഷ്ടപ്പാടൊക്കെ ഞാൻ സഹിച്ചോളാം, നീ സമ്മതിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൾ അയാളെ കിസ് ചെയ്യുന്നു. അവർ തമ്മിൽ സെക്ഷലി ഇന്റിമേറ്റ് ആകുന്നു. തുടർച്ചയായി ഒരേ രീതിയിലുള്ള 2 കൊലപാതകങ്ങൾ നടന്നതായി വാർത്തകളിൽ പറയുന്നു. അഭിമന്യു ഇത് ഭക്ഷണം കഴിച്ചുകൊണ്ട് കാണുന്നു. അയാൾ കണ്ണാടിയിൽ നോക്കി വിചിത്രമായി ചിരിക്കുന്നു. അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞ ശേഷം നായിക ടേബിൾ വൃത്തിയാക്കുകയാണ്. അപ്പോൾ ആരോ അവളെ ഒളിഞ്ഞു നോക്കുന്നതായി തോന്നുന്നു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരുമില്ല. ഭർത്താവ് ബാത്റൂമിൽ ഫ്രഷ് ആവുകയായിരുന്നു. അയാൾ ബെഡിൽ വന്ന് കിടക്കുമ്പോഴാണ് ഭാര്യ വന്നിട്ടില്ലെന്ന് മനസ്സിലാകുന്നത്. എവിടെ പോയി കയൽ എന്ന് ചോദിച്ച അയാൾ അന്വേഷിച്ചു വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് അവളുടെ കാൽ അയാളുടെ നെഞ്ചിൽ തട്ടുന്നത്. നോക്കുമ്പോൾ അവൾ തൂങ്ങി നിൽക്കുന്നത് കണ്ട് അയാൾ ഞെട്ടിപ്പോകുന്നു. നായകൻ പരിഭ്രാന്തനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പാത്രങ്ങളെല്ലാം തട്ടിമറിച്ചിടുന്നു. രാവിലെ വന്ന ഇൻസ്പെക്ടർ ആ സ്ഥലം പരിശോധിക്കുന്നു. അവളുടെ കൈയും കാണാനില്ലെന്ന് ഇൻസ്പെക്ടർക്ക് മനസ്സിലാകുന്നു. ഇതിനു മുൻപ് നടന്ന 2 കൊലപാതകങ്ങളുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന് അയാൾ ചിന്തിക്കുന്നു. അതുപോലെ ഇന്ദ്രയെക്കുറിച്ച് എല്ലാവരോടും അന്വേഷിക്കുന്നു. അവൻ എപ്പോഴും മദ്യപിച്ചുകൊണ്ടിരിക്കും സർ. ആ പെൺകുട്ടി നല്ലതായിരുന്നു, പക്ഷെ ഇവൻ ഭയങ്കര ദേഷ്യക്കാരനാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പുതുതായി ആരും അപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടില്ലെന്നും മനസ്സിലാകുന്നു. അപ്പോൾ ആരെങ്കിലും ചാടിക്കടന്ന് വന്നതാണോ? ബ്ലൈൻഡ് സ്പോട്ട് കണ്ടെത്തണമെന്ന് അയാൾ തീരുമാനിക്കുന്നു. അതായത് CCTVയിൽ പതിയാത്ത സ്ഥലം. അങ്ങനെ ഒരിടം അയാൾ കണ്ടെത്തുന്നു. അവിടെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാൻ അസിസ്റ്റന്റിനോട് പറയുന്നു. അയാൾ പോയി നോക്കുന്നു. അവിടെ ആളുകൾക്ക് നുഴഞ്ഞു കയറാൻ പറ്റുന്ന ഒരു വഴിയുണ്ട്. ഈ വഴിയിലൂടെ ആരെങ്കിലും വീട്ടിൽ കയറിയിരിക്കാം. പക്ഷെ അത്രയും ദൂരം കയറി എങ്ങനെ പോയിരിക്കും എന്നോർത്ത് അവർ അത്ഭുതപ്പെടുന്നു. ഈ 2 കൊലപാതകങ്ങൾ കണ്ടിട്ട് ഭർത്താവ് തന്നെ ഭാര്യയെ കൊന്നതാണോ എന്നും ഇൻസ്പെക്ടർ സംശയിക്കുന്നു. എന്നാൽ നായകന്റെ സുഹൃത്ത് ആ ടീമിലുണ്ടല്ലോ. സർ, അവനെ എനിക്കറിയാം, അവൻ അങ്ങനെ ചെയ്യില്ല. അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് എന്നൊക്കെ അയാൾ പറയുന്നു. ശരി, നായകനോട് ചോദിച്ചു നോക്കാം എന്ന് കരുതി അവർ നായകനെ കാണാൻ വരുന്നു. നായകൻ ഒന്നും അറിയില്ലല്ലോ. സർ, എന്താ സംഭവിച്ചത്? ആരാണിത് ചെയ്തത് എന്നൊക്കെ പരിഭ്രമത്തോടെ അയാൾ ചോദിക്കുന്നു. അവസാനമായി എപ്പോഴാണ് ഭാര്യയോട് സംസാരിച്ചത്? അതിനെക്കുറിച്ച് വ്യക്തമായി പറയൂവെന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. നായകൻ നടന്ന കാര്യങ്ങൾ പറയുന്നു. ഭാര്യ റൂമിലേക്ക് വരാൻ വൈകി. നോക്കാനായി പുറത്തു വന്നു. അവൾ മറുപടി തന്നില്ല. അപ്പോഴാണ് അവൾ തൂങ്ങി നിൽക്കുന്നത് കണ്ടത് എന്ന് പറയുന്നു. ഇൻസ്പെക്ടർ ഇതിനു മുൻപ് നടന്ന 2 കൊലപാതകങ്ങളെക്കുറിച്ചും പറയുന്നു. അതേ രീതിയിലാണ് ഈ കൊലപാതകവും നടന്നിരിക്കുന്നത്. പക്ഷെ അതിൽ കൈ കിട്ടിയിരുന്നു, ഇതിൽ കൈ പോലും കിട്ടിയിട്ടില്ലെന്നും പറയുന്നു. അപ്പോൾ ആ സീരിയൽ കില്ലർ തന്നെയാണോ ഈ കൊലപാതകവും ചെയ്തത് എന്ന് നായകൻ ചോദിക്കുന്നു. അത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് നിങ്ങളുടെ മേലും സംശയമുണ്ടെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞിട്ട് പോകുന്നു. ഭാര്യയുടെ ശരീരം അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ നായകൻ ദുഃഖിച്ചിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ശരീരം വിട്ടുകൊടുക്കുന്നു. അയാൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വേദനയോടെ ചെയ്യുന്നു. തുടക്കത്തിൽ ഭാര്യ സംസാരിക്കാതിരുന്നത് അയാൾ സസ്പെൻഷനിൽ ആയതുകൊണ്ടായിരിക്കാം.
പക്ഷെ അയാൾക്ക് കാഴ്ച പോയതിനു ശേഷം നന്നായി നോക്കിയിരുന്നു. അത്രയും നന്നായി നോക്കിയിരുന്നവളില്ലാത്ത ജീവിതം എങ്ങനെ ജീവിക്കുമെന്നോർത്ത് അയാൾ തകർന്നു പോകുന്നു. നിലത്ത് വീണ് കരയുന്നു. നായകന്റെ സുഹൃത്തിന് നമുക്ക് അർജുൻ എന്ന് പേര് നൽകാം. അർജുൻ നായകനെ കാണാൻ വരുന്നു. നായകൻ കേസിന്റെ പുരോഗതിയെക്കുറിച്ച് ചോദിക്കുന്നു. ഇതുവരെ കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് സുഹൃത്ത് പറയുന്നു. നായകൻ നേരിട്ട് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു. ഈ അവസ്ഥയിൽ നിനക്ക് എങ്ങനെ അന്വേഷിക്കാൻ കഴിയും? വേണ്ട എന്ന് സുഹൃത്ത് പറയുന്നു. ഇല്ലടാ, എനിക്ക് അന്വേഷിക്കണം. കേസ് ഡീറ്റെയിൽസ് എനിക്ക് കൊണ്ടുപോവാ എന്ന് അയാൾ ആവശ്യപ്പെടുന്നു. അവൻ അത്രയധികം ആവശ്യപ്പെട്ടത് കൊണ്ട് സുഹൃത്തും സമ്മതിക്കുന്നു. സുഹൃത്ത് തന്നെ അയാളെയും കൂട്ടി അന്വേഷിക്കാൻ തുടങ്ങുന്നു. ആദ്യത്തെ കൊലപാതകം തിയേറ്ററിലാണ് നടന്നത്. കൊല്ലപ്പെട്ടയാളുടെ പേര് നമുക്ക് ബാബു എന്ന് വെക്കാം. ബാബുവിനൊപ്പം ഒരു ലൈംഗിക തൊഴിലാളിയും ഉണ്ടായിരുന്നു. എന്നാൽ അവർ പോയതിനു ശേഷമാണ് കൊലപാതകം നടന്നതെന്ന് സുഹൃത്ത് പറയുന്നു. ആ സ്ത്രീയോട് സംസാരിക്കണമെന്ന് നായകൻ പറയുന്നു. അവർ അവളെ കാണാൻ പോകുന്നുണ്ട്. തിയേറ്ററിൽ ആരെങ്കിലും വിചിത്രമായി നിങ്ങളെ ശ്രദ്ധിക്കുന്നത് കണ്ടിരുന്നോ എന്ന് അയാൾ ചോദിക്കുന്നു. ഇല്ല സർ, ഞാൻ അങ്ങനെ ആരെയും കണ്ടില്ല എന്ന് ആ സ്ത്രീ പറയുന്നു. ഇപ്പോൾ അഭിമന്യുവിനെ കാണിക്കുന്നു. അയാൾ മറ്റൊരു യുവതിയെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആ പെൺകുട്ടി എന്നെ വിടൂ എന്ന് കെഞ്ചുന്നു. എന്നാൽ അയാൾ ക്രൂരമായി അവളെ കൊല്ലുന്നു. നായകൻ വിദ്യയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങുന്നു. വിദ്യ ഇപ്പോഴും ക്യാബിലാണ് പോകാറ്. അന്ന് ക്യാബിന് പ്രശ്നമായതുകൊണ്ടാണ് ട്രെയിനിൽ പോകാനായി നടന്നത്. ആരോ പിന്തുടരുന്നതായി അവൾ കൂട്ടുകാരിയോട് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് അവൾ കൊല്ലപ്പെട്ടതെന്നും സുഹൃത്ത് പറയുന്നു. ആ കൂട്ടുകാരിയെ കാണണമെന്ന് നായകൻ പറയുന്നുണ്ട്. വിദ്യ ഫോണിൽ സംസാരിച്ച ആ കൂട്ടുകാരിയെ കാണാൻ പോകുന്നു. വിദ്യയ്ക്ക് മറ്റാരെങ്കിലുമായി അടുത്തിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അവൾ ആലോചിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നു. കൂട്ടുകാർ ഒരുമിച്ച് പോകുമ്പോൾ ഒരാൾ വിദ്യയെ ഇടിച്ചു. അതിന് വിദ്യ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാളെ അടിച്ചു. അയാൾ ദേഷ്യത്തോടെയാണ് അവിടെ നിന്ന് പോയത്. ഇതാണ് നടന്നതെന്ന് അവൾ പറയുന്നു. അയാളുടെ അടയാളങ്ങൾ പറയാൻ ആവശ്യപ്പെടുന്നു. അവൾ അടയാളങ്ങൾ പറയുന്നുണ്ട്. തടിയുണ്ട്, കണ്ണട വെച്ചിട്ടുണ്ട്. മച്ച തിയേറ്ററിലെ ബാത്റൂമിൽ പോയ 2 പയ്യന്മാർ പറഞ്ഞതും ഇതേ അടയാളങ്ങളാണല്ലോ എന്ന് അർജുൻ പറയുന്നു. അപ്പോൾ ഇവളെ വെച്ച് ഒരു കെണി ഒരുക്കാമെന്ന് നായകൻ കരുതുന്നു. ഞാനൊരാളെ അയക്കാം, അയാളോട് അടയാളങ്ങൾ പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. ആ പെൺകുട്ടി സമ്മതിക്കുന്നു. സീൻ കട്ട് ചെയ്ത് അഭിമന്യു ബാറിൽ ഇരിക്കുന്നത് കാണാം. ഒരാൾ ഓർഡർ ചോദിക്കുന്നു. അവൻ ഓർഡർ പറഞ്ഞ് പണം കൊടുക്കുന്നു. കുറെ നേരമായിട്ടും ഓർഡർ വരുന്നില്ല. എപ്പോഴാണ് ഓർഡർ കൊണ്ടുവരുന്നത് എന്ന് അവൻ ചോദിക്കുന്നു. നിങ്ങൾ എപ്പോഴാണ് സർ ഓർഡർ ചെയ്തത്? ഇവിടെ ഞാൻ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ എന്ന് മറ്റൊരാൾ പറയുന്നു. അപ്പോൾ ഇതിനു മുൻപ് വന്നവൻ തന്നെ പറ്റിച്ചതാണെന്ന് അഭിമന്യുവിന് മനസ്സിലാകുന്നു. അവൻ അവിടെ തന്നെ കാണുമെന്ന് കരുതി വേഗത്തിൽ അന്വേഷിക്കുന്നു. അവൻ സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കുകയായിരുന്നു. അഭിമന്യുവിന്റെ പണം കൊണ്ടാണ് അവൻ മദ്യപിക്കുന്നത്. എന്റെ പണം താടാ എന്ന് അഭിമന്യു ചോദിക്കുന്നു. ഞാൻ എപ്പോൾ പണം വാങ്ങി? ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് അയാൾ പറയുന്നു. ദേഷ്യത്തിൽ അഭിമന്യു അയാളെ അടിച്ചു വീഴ്ത്തുന്നു. ബാറിൽ പ്രശ്നമുണ്ടാക്കിയത് കൊണ്ട് അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. നായകന്റെ സുഹൃത്തായ അർജുൻ എന്താണ് കേസ് എന്ന് ചോദിക്കുന്നു. 4 തട്ട് കൊടുത്തു വിട്ടേക്ക് എന്ന് കോൺസ്റ്റബിളിനോട് പറയുന്നുമുണ്ട്. പ്രായമായ കോൺസ്റ്റബിൾ പേര് ചോദിക്കുന്നു. അവൻ അബി എന്ന് പറയുന്നു. എന്താണ് പെൺപിള്ളേരുടെ പേര് വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് അയാൾ അവനെ തല്ലുന്നു. കോൺസ്റ്റബിൾ അടിക്കുന്നത് അഭിമന്യുവിന് ദേഷ്യം വരുത്തുന്നു. പക്ഷേ അവൻ ആ ദേഷ്യം നിയന്ത്രിച്ച് അവിടെ തന്നെ ഇരിക്കുന്നു. അടുത്ത ദിവസം രാത്രി സ്കെച്ച് ആർട്ടിസ്റ്റ് ചിത്രം വരച്ചു കൊണ്ടുവരുന്നു. എന്റെ ഫീസ് 7000 രൂപ തരൂ എന്ന് പറഞ്ഞ് പണം വാങ്ങുന്നു. അവർ ആ ചിത്രം തുറന്നു നോക്കുന്നു. അത് കണ്ട് സുഹൃത്തായ അർജുൻ ഞെട്ടുന്നു. കാരണം കഴിഞ്ഞ ദിവസമാണ് അവനെ സ്റ്റേഷനിൽ വെച്ച് കണ്ടത്. അവൻ അക്കാര്യം നായകനോട് പറയുന്നു. ഉടൻ തന്നെ അവർ ആ കോൺസ്റ്റബിളിനെ വിളിക്കുന്നുണ്ട്. അവൻ ഇപ്പോഴും ലോക്കപ്പിലുണ്ടോ എന്ന് ചോദിക്കുന്നു. സർ, രാവിലെ തന്നെ വിട്ടു എന്ന് കോൺസ്റ്റബിൾ പറയുന്നു. അവൻ തന്നെയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അയാൾ പറയുന്നു. ഇപ്പോൾ അഭിമന്യു ആ കോൺസ്റ്റബിളിനെ നിരീക്ഷിക്കുന്നത് നമ്മളെ കാണിക്കുന്നു. കോൺസ്റ്റബിൾ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. വരുന്ന വഴിയിൽ പെട്ടെന്ന് അഭിമന്യു ഒരു കമ്പി കൊണ്ട് അയാളുടെ തലക്കടിക്കുന്നു. കോൺസ്റ്റബിൾ ദയവായി എന്നെ വിടൂ എന്ന് പറയുന്നുണ്ട്. എന്നെ കണ്ടാൽ പെണ്ണാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് അഭിമന്യു അടിക്കാൻ വരുന്നു. കോൺസ്റ്റബിൾ അവനെ തള്ളി മാറ്റി ഓടാൻ തുടങ്ങുന്നു. കോൺസ്റ്റബിൾ അവർക്ക് ഫോൺ ചെയ്യുന്നു. സർ, അവൻ എന്നെ ആക്രമിക്കുന്നു, ഞാൻ ഈ സ്ഥലത്താണ്, വേഗം വരൂ എന്ന് പറയുന്നു. അവരും വേഗത്തിൽ അവിടേക്ക് വരുന്നു. അവർ വരുമ്പോൾ കോൺസ്റ്റബിളിന്റെ ബൈക്ക് വീണ് കിടക്കുന്നത് കാണുന്നു. അവൻ അടുത്ത് തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കി അർജുൻ ടീമിനെ വിളിക്കുന്നു. എന്നാൽ നായകന് കണ്ണു കാണില്ലെങ്കിലും അവനെ തിരയാൻ തുടങ്ങുന്നു. കോൺസ്റ്റബിൾ ഒരിടത്ത് മരിച്ചു കിടക്കുന്നു. അടുത്ത് അഭിമന്യു കത്തിയുമായി നിൽക്കുന്നു. അവൻ അടുത്തുണ്ടെന്ന് നായകൻ മനസ്സിലാക്കുന്നു. അതിവേഗം ഓടിച്ചെന്ന് അവനെ ഇടിക്കുന്നു. രണ്ടുപേരും ഉയരമുള്ള സ്ഥലത്ത് നിന്ന് താഴേക്ക് വീഴുന്നുണ്ട്. നായകന് കാഴ്ചയില്ലെന്ന് മനസ്സിലാക്കി അവൻ അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ നായകൻ സമർത്ഥമായി അവനെ തടഞ്ഞ് പിടികൂടുന്നു. നായകനാണ് അവനെ പിടിക്കാൻ സഹായിച്ചതെന്ന് ഇൻസ്പെക്ടർക്ക് മനസ്സിലാകുന്നു. പക്ഷേ ഇൻസ്പെക്ടർ അവൻ എന്തിനാണ് ആ സ്പോട്ടിൽ പോയത് എന്ന് ചോദിച്ച് അർജുനെ വഴക്ക് പറയുന്നു. ഇപ്പോൾ അഭിമന്യുവിനെ ചോദ്യം ചെയ്യുന്നു. അവൻ സിഗരറ്റ് ചോദിക്കുന്നുണ്ട്. നീ ചോദിച്ച പോലെ സിഗരറ്റ് തരാം, പക്ഷെ സത്യം പറയണം എന്ന് ഇൻസ്പെക്ടർ പറയുന്നു. ഈ 4 കൊലപാതകങ്ങളും എന്തിനാണ് ചെയ്തത് എന്ന് മരിച്ചവരുടെ ഫോട്ടോകൾ വെച്ച് ചോദിക്കുന്നു.
സർ, 4 കൊലപാതകമല്ല, ഞാൻ മൊത്തം 28 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നവൻ പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ഞെട്ടുന്നു. അതെ സർ, ചെറുപ്പം മുതലേ ഞാൻ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. ആരെങ്കിലും എന്നെ ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ അവരുടെ കഥ കഴിക്കും. ഇതിനു മുൻപ് ചെയ്ത 24 കൊലപാതകങ്ങളിലും ഞാൻ അവരെ കൊല്ലുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോഴൊന്നും ആരും എന്നെക്കുറിച്ച് സംസാരിച്ചില്ല. ഇപ്പോൾ ഈയിടെയായി ചെയ്യുന്ന കൊലപാതകങ്ങളിൽ കൈവെട്ടി മാറ്റാൻ തീരുമാനിച്ചു. നോക്കുമ്പോൾ എല്ലാവരും എന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നവൻ പരിഹാസത്തോട് ചിരിച്ചുകൊണ്ട് പറയുന്നു. ദേഷ്യം വന്ന ഇൻസ്പെക്ടർ അവനെ ക്രൂരമായി മർദ്ദിക്കുന്നു. അടി കൊള്ളുമ്പോഴാണ് അവൻ അവിടെയുള്ള ഫോട്ടോകൾ കാണുന്നത്. അതിൽ നായികയുടെ, അതായത് കയലിന്റെ ഫോട്ടോ കാണുന്നു. ആരാ സർ ഈ പെൺകുട്ടി എന്നവൻ ചോദിക്കുന്നു. ആരാണെന്നോ, നീ തന്നെയല്ലടാ കൊന്നത് എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. ഞാനോ ഈ പെൺകുട്ടിയെ കൊന്നുവെന്ന്? ഞാൻ കൊന്നിട്ടില്ല. നിങ്ങൾ തീർപ്പാക്കാത്ത കേസുകൾ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുകയാണോ എന്നവൻ ചോദിക്കുന്നു. നുണ പറയരുത് എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ അടിക്കുന്നു. ഞാൻ നുണ പറയുന്നില്ല, ഈ പെൺകുട്ടിയെ ഞാൻ കൊന്നിട്ടില്ല എന്നവൻ ആവർത്തിക്കുന്നു. അപ്പോൾ 4 പേരുടെ കൈവെട്ടിയെന്ന് എങ്ങനെയാണോ പറഞ്ഞത് എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നു. അതെ സർ, 4 പേരുടെ കൈവെട്ടി. 4ാമത്തെ ആളെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നവൻ പറയുന്നു. ബാറിൽ പണം പറ്റിച്ചു പോയ ആളെ അവൻ കൊന്നിരുന്നു. ഇപ്പോൾ അയാളുടെ ബോഡി ആളുകൾ കണ്ട് നിലവിളിക്കുന്നത് നമ്മളെ കാണിക്കുന്നു. അതിനുശേഷമാണ് ആ ബോഡി ഇൻസ്പെക്ടർക്ക് കിട്ടുന്നത്. 4 കൊലപാതകങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തത്, പക്ഷേ ഈ പെൺകുട്ടിയെ ഞാൻ കൊന്നിട്ടില്ല എന്നവൻ പറയുന്നു. അസിസ്റ്റന്റ്: സർ, അവൻ ഇങ്ങനെയാണല്ലോ പറയുന്നത്. അവൻ പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കുന്നു. എന്താണെന്ന് അറിയില്ല, ഇവനെ വെച്ച് കേസ് അവസാനിപ്പിക്കാം എന്ന് ഇൻസ്പെക്ടർ തീരുമാനിക്കുന്നു. കാരണം മുകളിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് സമ്മർദ്ദമുണ്ട്. കില്ലറെ പിടിച്ചെന്ന് കരുതി നായകൻ സമാധാനിക്കുന്നു. പക്ഷെ അവൻ ഭാര്യയെ കൊന്നിട്ടില്ലെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആരായിരിക്കും അത് ചെയ്തതെന്ന് ഓർത്ത് അയാൾ വീട്ടിലെ സാധനങ്ങൾ എറിഞ്ഞുടയ്ക്കുന്നു. വേദനയോടെ കരയുന്നു. ഇതെല്ലാം നായകന്റെ വീട്ടിൽ ഒളിച്ചിരുന്ന് ഒരാൾ കാണുന്നു. അവനാണ് കൊലപാതകിയെന്ന് തോന്നുന്നു. അവൻ ആരാണെന്ന് അറിയില്ല. നായകൻ ഇപ്പോഴും അഭിമന്യു തന്നെയായിരിക്കും കൊന്നതെന്ന് കരുതുന്നു. ജയിലിലുള്ള അവനെ കാണാൻ പോകുന്നു. സത്യം പറ, എന്റെ ഭാര്യയെ നീ തന്നെയല്ലേ കൊന്നത് എന്ന് ചോദിക്കുന്നു. നോക്കടാ, ഇവൾ എന്തൊരു ഭംഗിയാണ്. ഇവളെ കൊല്ലുകയാണെങ്കിൽ ഞാൻ വെറുതെ കൊല്ലുമോ? ഒന്നിച്ചു കഴിഞ്ഞിട്ടല്ലേ കൊല്ലൂ. ഇത് കേട്ട് ദേഷ്യം വന്ന നായകൻ അവനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൻ തടഞ്ഞ് തിരിച്ചടിക്കുന്നു. ഒരു ഘട്ടത്തിൽ അവൻ നായകനെ കീഴടക്കുന്നു. എന്നേക്കാൾ ക്രൂരമായിട്ടാണ് അവൻ കൊന്നിരിക്കുന്നത്. നിന്റെ മേൽ നല്ല ദേഷ്യമുള്ള ഏതോ ഒരുത്തനാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതാരാണെന്ന് പോയി കണ്ടുപിടിക്കുക എന്നവൻ പറയുന്നു. ആളുകൾ വന്ന് അഭിമന്യുവിനെ പിടിച്ചു മാറ്റുന്നു. നായകനെ അവിടെ നിന്ന് അയക്കുന്നു. ഇതെല്ലാം ഇൻസ്പെക്ടർ മുകളിൽ നിന്ന് കാണുന്നു. അവൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ പണം വാങ്ങി അകത്തേക്ക് വിട്ടതാണെന്ന് മനസ്സിലാക്കുന്നു. ഇൻസ്പെക്ടർ അവരെ വഴക്കു പറയുന്നു. നായകനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണമെന്ന് ഇൻസ്പെക്ടർ തീരുമാനിക്കുന്നു. നിന്റെ മേൽ ദേഷ്യമുള്ളവനാണിത് ചെയ്തതെന്ന് അഭിമന്യു പറഞ്ഞതോർത്ത് നായകൻ വീട്ടിലേക്ക് വരുന്നു. നായകനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു. നായകന്റെ വീട്ടിൽ കാവേരി എന്നൊരു പെൺകുട്ടി ജോലി ചെയ്തിരുന്നു. ആ പെൺകുട്ടിയെ കാണാനില്ല. ഇതേക്കുറിച്ച് അന്വേഷിച്ചാലോ എന്ന് ഇൻസ്പെക്ടർ ചിന്തിക്കുന്നു. കാവേരി താമസിച്ചിരുന്ന വീട്ടിലെ ആളുകളോട് ചോദിക്കുന്നു. സർ, എന്തു പറ്റിയെന്ന് അറിയില്ല. കഴിഞ്ഞ 3 മാസമായി ആ കുട്ടിയെ ഈ പരിസരത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തിരുന്നു എന്നവർ പറയുന്നു. പോലീസ് വാതിൽ തകർത്ത് അകത്ത് കയറി പരിശോധിക്കുന്നു. അവിടെ ആ പെൺകുട്ടി മറ്റൊരാളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ കിട്ടുന്നു. ആ പെൺകുട്ടിയുടെ പേര് കാവേരി. അവൾ സ്നേഹിച്ചിരുന്ന ആളുടെ പേര് മുരുകൻ എന്നാണെന്നും മനസ്സിലാക്കുന്നു. നായകൻ ഭാര്യയെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. ഭാര്യയുടെ കവിളിൽ തൊടുന്നത് പോലെ അടുത്തിരുന്ന തലയണയിൽ തൊടുന്നു. അപ്പോൾ അവിടെ ഒരു കൈ ഇരിക്കുന്നത് കാണുന്നു. എന്താണെന്ന് തൊട്ടു നോക്കുമ്പോൾ അതൊരു കൈ മാത്രമാണ്. ഭാര്യയുടെ കൈയാണെന്ന് മനസ്സിലായ അയാൾ ഞെട്ടി തകർന്നു പോകുന്നു. ആരാണിത് വെച്ചതെന്ന് അറിയില്ലല്ലോ. ആരോ വീട്ടിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് കരുതി അയാൾ പ്രധാന വാതിലിന്റെ കൊളുത്ത് പരിശോധിക്കാൻ വരുന്നു. കൊളുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ നേരത്തെ തന്നെ വീടിനകത്തുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. ഇൻസ്പെക്ടർ ഡോഗ് സ്ക്വാഡിനെ അവിടേക്ക് വരുത്തുന്നു. കാവേരിയുടെ വസ്ത്രം നായയെ മണപ്പിക്കുന്നു. നായ വേഗത്തിൽ ഒരിടത്തേക്ക് ഓടുന്നു. അവനും കൂടെ പോകുന്നു. നായ ഒരിടത്ത് കുരയ്ക്കുന്നുണ്ട്. ആ സ്ഥലം കുഴിച്ചു നോക്കാൻ ഇൻസ്പെക്ടർ തീരുമാനിക്കുന്നു. വേഗം കുഴിക്കുമെന്ന് പറയുന്നുണ്ട്. വീട്ടിൽ ആരും നുഴഞ്ഞു കയറിയെന്ന് നായകനും മനസ്സിലായല്ലോ. അയാൾ തന്റെ സുരക്ഷയ്ക്കായി ഒരു തോക്കെടുക്കുന്നു. ആരോ വീട്ടിലുണ്ട്, മര്യാദയ്ക്ക് പുറത്തു വരൂ എന്നയാൾ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് തോക്ക് ചൂണ്ടി പറയുന്നു. അപ്പോഴാണ് വീടിനുള്ളിലുള്ള ആളെ കാണിക്കുന്നത്. മുരുകനായിരുന്നു അത്. മുരുകൻ പിന്നിൽ നിന്ന് അയാളെ ആക്രമിക്കുന്നു. കാഴ്ചയില്ലാത്തത് കൊണ്ട് നായകൻ അടിവാങ്ങുന്നു. കയ്യിലുണ്ടായിരുന്ന തോക്ക് ദൂരത്തേക്ക് തെറിച്ചു വീഴുന്നു. കാവേരിയെ ഓർമ്മയുണ്ടോ എന്ന് മുരുകൻ ചോദിക്കുന്നു. സീൻ കട്ട് ചെയ്താൽ അവർ കുഴിച്ച സ്ഥലത്ത് നിന്ന് ഒരു അസ്ഥികൂടം കിട്ടുന്നു. കാവേരിയുടെ പേര് കേട്ടയുടനെ നായകൻ ഞെട്ടിപ്പോകുന്നു. ഇവിടെയാണ് മുൻപ് നടന്ന കാര്യങ്ങൾ കാണിക്കുന്നത്. കാവേരി എന്ന പെൺകുട്ടിക്ക് ബന്ധുക്കൾ ആരുമില്ല. അവൾ വീട്ടുജോലി ചെയ്താണ് ജീവിക്കുന്നത്. അവളെ മുരുകൻ എന്നൊരാൾ സ്നേഹിക്കുന്നു. അവൾക്കും അവനെ ഇഷ്ടമാണ്. നമ്മൾ ഇപ്പോഴാണ് കല്യാണം കഴിക്കുന്നത് എന്ന് മുരുകൻ ചോദിക്കുന്നു. മുരുകൻ മോർച്ചറിയിലാണ് ജോലി ചെയ്യുന്നത്. കൂടുതലും നൈറ്റ് ഷിഫ്റ്റ് ആണ്. നീ ആദ്യം ഡേ ഷിഫ്റ്റ് വാങ്ങ്, എന്നിട്ട് കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാം എന്നവൾ തമാശയായി പറയുന്നു.
അവർ അപ്പാർട്ട്മെന്റിന്റെ വാതിൽ വരെ സംസാരിച്ചു വരുന്നു. അതിനുശേഷം അവൾ ജോലിക്ക് കയറി പോകുന്നു. നായകന്റെ വീട്ടിലാണ് അവൾ ജോലി ചെയ്യുന്നത്. അവൾ ജോലി ചെയ്യുമ്പോൾ മുരുകൻ പൈപ്പിലൂടെ മുകളിലേക്ക് കയറി വരുന്നു. നീ എന്തിനാ ഇങ്ങനെ എപ്പോഴും വരുന്നത്? ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകുമെന്ന് അവൾ പറയുന്നു. അതൊന്നും ആരും കാണില്ല, ഞാൻ സമർത്ഥമായി വരും പോകും എന്ന് അവൻ പറയുന്നു. അവൻ ഇടയ്ക്കിടെ വന്ന് അവിടെ സമയം ചിലവഴിക്കാറുണ്ട്. മുരുകൻ ഒരു ഈഴത്തമിഴനാണ്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അവളെ കണ്ടതിന് ശേഷമാണ് അയാൾക്ക് സമാധാനപരമായ ഒരു ജീവിതം തുടങ്ങുന്നത്. അവർ ഒരുപാട് സമയം ഒരുമിച്ച് ചിലവഴിക്കുന്നു. അവൾക്ക് വള വാങ്ങിക്കൊടുക്കാൻ അവൻ അവളെ കൊണ്ടുപോകുന്നു. അവിടെ ഒരു പോലീസുകാരൻ പുകവലിക്കുന്നത് കണ്ട് അവൻ ഭയന്നു പോകുന്നു. എന്തു പറ്റിയെന്ന് അവൾ ചോദിക്കുമ്പോൾ അവന്റെ മനസ്സിൽ പോലീസിൽ നിന്ന് അടികൊണ്ട ഓർമ്മകൾ വരുന്നു. വീട്ടിലെത്തി അവൾ വീണ്ടും ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, ഈഴത്തമിഴനായതുകൊണ്ട് യുദ്ധകാലത്ത് അവന് എല്ലാം നഷ്ടപ്പെട്ടു. അമ്മയോടൊപ്പം ക്യാമ്പിലായിരുന്നു. അമ്മ അസുഖം ബാധിച്ച് മരിച്ചു. അതിനുശേഷം അവൻ ക്യാമ്പിൽ നിന്ന് പുറത്തു വന്നു. വിശപ്പ് സഹിക്കാതെ ഒരു കടയിൽ നിന്ന് മോഷ്ടിച്ചപ്പോൾ പോലീസ് അവനെ ക്രൂരമായി മർദ്ദിച്ചു. അന്ന് മുതൽ പോലീസിനെ കണ്ടാൽ പേടിയാണെന്ന് അവൻ പറയുന്നു. ഇനി അതൊന്നും ഓർക്കണ്ട, ഞാനില്ലേ എന്ന് പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കുന്നു. അവൾ നായകന്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുരുകൻ പൈപ്പിലൂടെ മുകളിലേക്ക് കയറി വരുന്നു. നീ ഇങ്ങനെ എപ്പോഴും വരുന്നത് കാരണം നമ്മൾ എപ്പോഴാണ് പിടിക്കപ്പെടുക എന്നറിയില്ല എന്ന് അവൾ പറയുന്നു. നിനക്കായി താലി വാങ്ങിയിട്ടുണ്ട്. ഡേ ഷിഫ്റ്റ് കിട്ടിയാൽ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞില്ലേ? എനിക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ ഡേ ഷിഫ്റ്റ് കിട്ടും. നമുക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കാം എന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് അവൾ സന്തോഷിക്കുന്നു. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. നായകനായിരുന്നു അത്. തലേ ദിവസം ആക്സിഡന്റ് ഉണ്ടാക്കിയതിന്റെ ടെൻഷനിലായിരുന്നു അവൻ. ഇറങ്ങിപ്പോകാം എന്ന് മുരുകൻ നോക്കുമ്പോൾ പൈപ്പിന് താഴെ ഒരാൾ നിൽക്കുന്നു. അതുകൊണ്ട് അവന് പോകാൻ കഴിയില്ല. നീ ഇവിടെ ഒളിച്ചിരുന്നു എന്ന് പറഞ്ഞ് അവൾ അവനെ ഒരു കബോർഡിൽ ഒളിപ്പിക്കുന്നു. എന്നിട്ട് വാതിൽ തുറക്കുന്നുണ്ട്. വാതിൽ തുറക്കാൻ ഇത്ര നേരമോ എന്ന് നായകൻ ചോദിച്ച് ദേഷ്യപ്പെടുന്നു. അവൻ ഒരുപാട് ടെൻഷനിലാണ്. ആക്സിഡന്റിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ അവൻ ആളുകളോട് സംസാരിക്കുന്നു. ടെൻഷൻ കാരണം എനിക്ക് മദ്യം എടുത്തതാ എന്ന് കാവേരിയോട് പറയുന്നു. അവൾ കബോർഡിൽ നിന്ന് മദ്യം എടുത്തു വരുമ്പോൾ പിടിക്കപ്പെടുമോ എന്ന ഭയത്തിൽ അവളുടെ കൈ വിറച്ച് മദ്യം നിലത്ത് വീഴുന്നു. ദേഷ്യത്തിലായിരുന്ന നായകൻ മദ്യം പോലും ശരിക്കും വെക്കാൻ അറിയില്ലേ എന്ന് ചോദിച്ച് അവളുടെ കരണത്തടിക്കുന്നു. അവൾ നിലത്ത് വീണ് ഒരു ഗ്ലാസ്സിൽ തട്ടി അനക്കമില്ലാതെ കിടക്കുന്നു. ഞാൻ അവളെ കൊന്നോ എന്നോർത്ത് അയാൾ ഭയപ്പെടുന്നു. അപ്പോഴാണ് ഭാര്യ കോളിംഗ് ബെൽ അടിക്കുന്നത്. വാതിൽ തുറന്നു വന്ന ഭാര്യ, വിഷമിക്കേണ്ട, നമുക്ക് ഈ സാഹചര്യം ഒരുമിച്ച് നേരിടാം എന്ന് പറയുന്നു. അപ്പോഴാണ് അവൾ കാവേരി മരിച്ചു കിടക്കുന്നത് കാണുന്നത്. എന്താണ് നീ ചെയ്തത് എന്നവൾ ചോദിക്കുന്നു. ദേഷ്യത്തിൽ അടിച്ചുപോയതാണ്, ഇങ്ങനെയായി എന്നവൻ പറയുന്നു. അതുകൊണ്ടാണ് കുടിക്കരുതെന്ന് പറഞ്ഞത്, നീ കേട്ടില്ല എന്നവൾ പറയുന്നു. ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ പോയി കീഴടങ്ങാം എന്നവൻ പറയുന്നു. നീ കീഴടങ്ങിയാൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചോ? എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല, അതുകൊണ്ട് നീ കീഴടങ്ങേണ്ട എന്നവൾ പറയുന്നു. നമുക്കിത് ഒളിപ്പിച്ചാലോ എന്നവൾ ചോദിക്കുന്നുണ്ട്. ശരി, ഒളിപ്പിക്കാം എന്ന് നായകനും സമ്മതിക്കുന്നു. കാവേരിയെ കൊന്നതും ശരീരം മറവ് ചെയ്യാൻ പോകുന്നതും മുരുകൻ കബോർഡിലിരുന്ന് കാണുന്നു. അവനൊന്നും ചെയ്യാൻ കഴിയാതെ അവിടെ തന്നെ ഇരിക്കുന്നു. അവർ രണ്ടുപേരും ചേർന്ന് ഒരിടത്ത് കുഴിയെടുത്ത് അവളെ മറവ് ചെയ്യുന്നു. അസ്ഥികൂടം കിട്ടിയത് ഇവിടെ നിന്നായിരുന്നു. മുരുകന് കാവേരിയുടെ ശരീരം പോലും കാണാൻ കഴിഞ്ഞില്ല. അവൾ വീണു മരിച്ച സ്ഥലത്ത് വീണ് അവൻ വേദനയോടെ കരയുന്നു. നായകനും നായികയും ഒരുമിച്ചുള്ള ഫോട്ടോ അവൻ ദേഷ്യത്തോടെ നോക്കുന്നു. അവരോട് പ്രതികാരം ചെയ്യണമെന്ന് അവൻ തീരുമാനിക്കുന്നു. കഥ ഇനി പ്രസന്റ് ആണ് കാണിക്കുന്നത്. അന്ന് രാത്രി തന്നെ നിന്റെ കഥ എനിക്ക് തീർക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്താൽ നീ വേഗം മരിച്ചു പോകില്ലേ? നീ പെട്ടെന്ന് മരിക്കരുത്. നീ ഒരുപാട് കഷ്ടപ്പെടണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തതെന്ന് മുരുകൻ പറയുന്നു. നായകന് കാഴ്ച പോയത് സാധാരണ രീതിയിലായിരുന്നില്ല. മുരുകൻ ചെയ്ത പണിയായിരുന്നു അത്. അവൻ മോർച്ചറിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് അവിടെയുള്ള ഒരു കെമിക്കൽ എടുത്ത് നായകൻ കുടിക്കുന്ന മദ്യത്തിൽ കലർത്തിയിരുന്നു. ഞാൻ കുറച്ചേ കലർത്തിയുള്ളൂ, അതിന് തന്നെ നിന്റെ കണ്ണുപോയി എന്നവൻ പരിഹസിക്കുന്നു. നായകൻ കാഴ്ച പോയി കഷ്ടപ്പെടുന്നത് ഓരോ ദിവസവും കണ്ടവൻ സന്തോഷിച്ചു. ഭാര്യ അവനെ നന്നായി നോക്കുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അവർ ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് അവൻ തീരുമാനിച്ചു. കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഒരേ രീതിയിലുള്ള 2 കൊലപാതകങ്ങൾ നടന്നതും കൊലപാതകി കൈവെട്ടി മാറ്റുന്നതും അവൻ അറിയുന്നത്. ആ രീതിയിൽ താനും കൊന്നാൽ നായകനെ ആശയക്കുഴപ്പത്തിലാക്കാമെന്ന് മുരുകൻ ചിന്തിച്ചു. അതുകൊണ്ടാണ് അവൻ ഭാര്യയെ കൊന്ന് കൈ മാത്രം വെട്ടിക്കൊണ്ടുപോയത്. കാവേരി മരിച്ചതു മുതൽ മുരുകൻ ആ വീട്ടിൽ തന്നെയാണ് ഒളിച്ചു താമസിച്ചത്. പക്ഷെ പിറ്റേ ദിവസം പോലീസ് വരുമെന്നറിയാവുന്നത് കൊണ്ട് അന്ന് മാത്രം അവൻ പുറത്തുപോയി. പോലീസ് മീഡിയയോട് സംസാരിക്കുമ്പോൾ അവൻ ആൾക്കൂട്ടത്തിൽ നിന്ന് അത് കാണുന്നതും നമ്മളെ കാണിക്കുന്നു. പ്രസന്റിൽ ഇനി മുരുകൻ പറയുന്നുണ്ട്, നിന്റെ ഭാര്യയെ ഞാൻ കൊല്ലുമ്പോൾ അവൾ നിന്റെ പേര് വിളിച്ചില്ലെന്നറിയാമോ? കാരണം വിളിച്ചാലും നിനക്ക് വന്ന് രക്ഷിക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. എന്നെക്കൊണ്ട് കഴിയുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും, വാടാ എന്ന് പറഞ്ഞ് നായകൻ അവനോട് പോരാടാൻ ചെല്ലുന്നു. കാഴ്ചയില്ലാത്തത് കൊണ്ട് അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ നായകൻ അവന്റെ കയ്യിൽ ബലമായി പിടിക്കുന്നു. അവനെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഒരു ഘട്ടത്തിൽ നായകന്റെ കയ്യിൽ ഒരു ആയുധം കിട്ടുന്നു. അത് വെച്ച് കഴുത്തറക്കാൻ ഒരുങ്ങുന്നു. പക്ഷേ അവൻ അത് ചെയ്യാതെ നിർത്തുന്നു.
കയലിനൊപ്പം സന്തോഷമായി ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഈ മദ്യപാനം കാരണം ഞാൻ ഇങ്ങനെയായി. ഇപ്പോൾ കയലും എൻ്റെ കൂടെയില്ല. ഇനി ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്? എന്നെ കൊന്നാൽ നിനക്ക് സമാധാനം കിട്ടുമെങ്കിൽ എന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞ് നായകൻ ആയുധം അവന്റെ നേർക്ക് എറിയുന്നു. അവൻ ആയുധം എടുത്ത് നായകന്റെ അടുത്തേക്ക് വരുന്നു. നായകൻ അനങ്ങാതെ നിൽക്കുന്നു. കുറച്ചാഴ്ചകൾക്ക് ശേഷം നായകന് കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പോൾ അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടി. നായകനെ കൊല്ലരുതെന്ന് കരുതി മുരുകൻ അവിടെ നിന്ന് പോയിരുന്നു. നായകൻ ആ വീട് മാറാൻ തീരുമാനിക്കുന്നു. അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഭാര്യയോടൊപ്പമുള്ള ഫോട്ടോ നോക്കി അയാൾ വേദനിക്കുന്നു. ഇൻസ്പെക്ടർക്ക് കാവേരിയുടെ ബോഡി കിട്ടിയിരുന്നു. അതേസമയം മുരുകൻ മിസ്സിംഗ് ആണെന്നും മനസ്സിലായി. ഇതിൽ നായകന് പങ്കുണ്ടെന്ന് ഇൻസ്പെക്ടർക്ക് ഉറപ്പാണ്. അയാൾ നായകനോട് സംസാരിക്കാൻ വരുന്നു. നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന കാവേരി എന്ന പെൺകുട്ടിയെ കാണാതായിരുന്നു. അവളുടെ ബോഡി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ചില കേസുകളിൽ വ്യക്തിപരമായ ശിക്ഷ കിട്ടിയിരിക്കാം, പക്ഷെ നിയമപരമായ ശിക്ഷയും കിട്ടണം. ഈ കേസ് ഞാനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ കുറ്റവാളിയെ കണ്ടെത്തും എന്നയാൾ പരോക്ഷമായി നായകനോട് പറയുന്നു. നിങ്ങൾക്കിത് കാരണം വ്യക്തിപരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ നിയമപരമായും പ്രശ്നങ്ങൾ വരും. അതിന് തയ്യാറായിരിക്കൂ എന്ന് മുന്നറിയിപ്പ് നൽകി അയാൾ പോകുന്നു. അയാളെല്ലാം കണ്ടുപിടിച്ചെന്ന് നായകനും മനസ്സിലാകുന്നു. നായകൻ സുഹൃത്തിനോടൊപ്പം അവിടെ നിന്ന് പോകാനായി വാതിലിനടുത്തേക്ക് വരുന്നു. സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ എതിരെ ഒരാൾ തന്നെ നോക്കി നിൽക്കുന്നത് കാണുന്നു. അത് കാവേരിയുടെ കാമുകനാണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. അയാൾ ഭയത്തോടെ അവനെ നോക്കുന്നു. മുരുകൻ എന്തിനാണ് തന്നെ വിട്ടുപോയതെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവനെ എളുപ്പത്തിൽ കൊല്ലരുത്, കുറെ കഷ്ടപ്പെടുത്തണം എന്ന് കരുതിയാണ് അവൻ പോയത്. അവൻ തന്നെ പൂർണ്ണമായി വിട്ടുപോയിട്ടില്ല, വീണ്ടും ഉപദ്രവിക്കാനായി വരുമെന്ന് നായകന് മനസ്സിലാകുന്നു. അവൻ ഭയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാർ കടന്നു പോകുന്നു. അതിനുശേഷം നോക്കുമ്പോൾ അവനെ കാണാനില്ല. എവിടെ പോയെന്ന് അയാൾ അന്വേഷിക്കുന്നു. ഇതോടെ ഈ സിനിമയുടെ കഥ അവസാനിക്കുന്നു. തീർച്ചയായും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.